ആരും കാണിക്കാത്ത ചില വിഷ്വലുകൾ, ഞെട്ടിപ്പിക്കുന്ന ചില വിഷ്വലുകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ സ്ഥലം ചൂരൽ മലയാണ്. ആ കാണുന്നതാണ് പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബെയിലിപ്പാലം. ഈ പുഴയോട് ചേർന്നുള്ള വീടുകൾ കണ്ടോ? എത്ര എത്ര സ്വപ്നങ്ങൾ, എത്ര ആഗ്രഹങ്ങളോടുകൂടി ജീവിച്ച ആളുകളുണ്ടായിരുന്നൊരു വീടായിരിക്കും. അതൊറ്റ രാത്രി കൊണ്ട്, നിസ്സാരമായി ഒറ്റ രാത്രി കൊണ്ടാണ് നിലംപരിശായിരിക്കുന്നത്. ഇവിടെയുള്ള വീടുകളെല്ലാം, ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് മറ്റൊരു വീടിൻ്റെ തറയിലാണ്. അതിൻ്റെ സ്ട്രക്ചർ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൻ്റെ മേൽഭാഗമോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പൂർണ്ണമായിട്ടും നിലംപരിശായിരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ഒരാളുടെ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടുന്ന് ബോഡി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോഡി മണ്ണിനടിയിൽ പൂണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവരത് എടുക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് അവിടെ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ പുഴയിന് ചേർന്നിട്ടുള്ള, അതായത് ബെയിലി പാലം, ആ പാലത്തിൻ്റെ താഴത്ത് ഒഴുകുന്ന പുഴയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത്. ഈ പ്രദേശം മുഴുവൻ, ഇവിടെയുള്ള കടകൾ, വീടുകൾ, കൂടുതലും വീടുകളാണ്. ഈ വീടുകളെല്ലാം നിലംപരിശായിട്ടുള്ള അവസ്ഥയിലാണ്. കണ്ടില്ലേ, ചളി അടക്കം കയറി മൂടിയ അവസ്ഥയിലാണ് താഴത്തെ ഫ്ലോറുകളിലൊക്കെ. ഈ വീടുകൾ, ഈ കാണുന്ന എല്ലാം വീടുകളാണ്. ശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീടുകളെല്ലാം നിലംപരിശായിരിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് ഒരു ഹിറ്റാച്ചി വരുന്നുണ്ടോ? ഈ ഹിറ്റാച്ചി ആ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട്, ഈ ബോഡി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹിറ്റാച്ചി വരുന്നത്. കാരണം മണ്ണിനടിയിൽ പൂണ്ടിരിക്കുകയാണ് ബോഡി എന്നാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹിറ്റാച്ചി വരികയാണ് ആ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും മറ്റ് യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, ചളി നീക്കുന്ന പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു വല്ലാത്ത ഭീതിതമായിട്ടുള്ള, വളരെ വേദനാജനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ചൂരൽ മലയിൽ നിന്ന് നിങ്ങളെ കാണിക്കാനുള്ളത്. ഹിറ്റാച്ചി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റാച്ചി ആ ബോഡി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ആ ബോഡി. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ കാല് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ ചളിയിലേക്ക് പൂണ്ടുപോകുന്നൊരു സാഹചര്യമാണ്. ഇവരെങ്ങനെയാണ് അവിടത്തേക്ക് എത്തിപ്പെട്ടതെന്നുള്ള വഴി എനിക്കറിയില്ല. ആ വഴി കണ്ടെത്താനുള്ളൊരു പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഹിറ്റാച്ചി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണിക്കുന്ന വിഷ്വൽസ്, ഇത് ചൂരൽമലയാണ്. ആ കാണുന്ന ടൗൺ എന്ന് പറയുന്ന ചൂരൽമലയാണ്. ഇതാണ് ബെയിലിപ്പാലം. ഒഴുകിപ്പോയ 30-ാം തീയതി അർദ്ധരാത്രി ഒഴുകിപ്പോയ ബെയിലിപ്പാലം സ്ഥിതി ചെയ്തിരുന്നത് അവിടെയാണ് ഇപ്പോൾ പുതിയൊരു പാലം, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പുതിയൊരു പാലം നേവി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാലം നിർമ്മിക്കുന്നതോടുകൂടി മുണ്ടക്കൈയിലേക്ക് വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി സാധിക്കും. ഇത്രയും നാൾ അതുണ്ടായിരുന്നില്ല കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ചൂരൽമലയിലെ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. 4 പേര് ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അന്ന് രാത്രി. പക്ഷെ 2 പേർക്ക് ഈ രക്ഷപ്പെട്ടവരുടെ അച്ഛനും അമ്മയായിരുന്നു. 2 വയസ്സായവരായിരുന്നു, 2 വയോധികരായിരുന്നു. അവരാണ് മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത് എന്നാണ് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ 2 വയസ്സായിട്ടുള്ളവരാണ്, 60 വയസ്സിന് പ്രായമുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? അപ്പം ആ കാണുന്നതാണ് ബെയിലിപ്പാലം. ഇപ്പോൾ ആ പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അതിലൂടെ ആളുകൾ ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള റൂഫിങ്, മുകൾ ഭാഗത്ത് വാഹനം പോകുവാൻ വേണ്ടിയിട്ടുള്ള പലകകൾ നിരത്തുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾക്ക് അതിലൂടെ നടന്നു പോകാൻ വേണ്ടി സാധിക്കും. ആളുകൾ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഇപ്പുറമാണ് ചൂരൽമലയുടെ
അതിൻ്റെ ഇപ്പുറമാണ്, ഈ ഭാഗത്താണ് അനേകം വീടുകൾ ഉള്ളത്. ആ വീടുകളിലൊക്കെ വലിയ രീതിയിൽ നേരെ ആ ഡയറക്റ്റ് ആ ഭാഗത്ത് നിന്ന് ഉരുൾ വരികയായിരുന്നു, അടിച്ചു കയറുകയായിരുന്നു. അപ്പോൾ ഈ വീട്ടിലുള്ള 2 വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള 2 വയോധികർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ഭാഗത്ത് മണ്ണിനടിയിലുണ്ടെന്നാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പറയുന്നത്. ഈ വീടിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ? അതിൻ്റെ അകത്ത് നമുക്ക് ഇവർ വയസ്സായവരാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നു. കാരണം അതിൻ്റെ അകത്ത് വീൽ ചെയറുകൾ നമുക്ക് കാണാം. ഈ വീട്ടിൽ നിന്ന് കാണാതായ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വീൽ ചെയർ കാണാം. 4 പേര് ഈ വീട്ടിൽ നിന്ന് അന്ന് രാത്രി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ രണ്ട് പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പ്രായാധിക്യം മൂലം ആണെന്നാണ് ഈ രക്ഷപ്പെട്ടവർ പറയുന്നത്. അവർക്ക് വികലാംഗരായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് നടക്കാനുള്ള മറ്റ് പ്രയാസങ്ങളുണ്ടോ ആയിരുന്നോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ വീട്ടിൻ്റെ അകത്ത് നമുക്കൊരു വീൽ ചെയർ കാണാം. ഒരു ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പുഴയോട് ഓരത്തുള്ളൊരു വീടാണ്. ആ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇപ്പോൾ പറയുന്നു ഇത് ബോഡിയാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. അവിടെ അതിന് പുറമെ ഈച്ചയൊക്കെ പൊതിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ബോഡിയാണെന്നുള്ളൊരു സംശയം ഇവർക്ക് രൂപപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇപ്പോൾ തെരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഈലി പാലത്തിൻ്റെ പണി ഇപ്പം പൂർത്തിയായിരിക്കുകയാണ്. അത് 90% പൂർത്തിയായി. അതിലിപ്പോൾ നടക്കാൻ യോജ്യമാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ വാഹനങ്ങൾ പോകാൻ യോജ്യമാകുന്ന രീതിയിൽ അതിൻ്റെ ഫ്ലോറിംഗ് സംവിധാനം മെറ്റൽ കൊണ്ട് വിരിച്ചിരിക്കുകയാണ്. ആ വിരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഏതാനും മണിക്കൂറിനുള്ളിൽ പാലത്തിലൂടെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി സാധിക്കും, വണ്ടികൾക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തന്നെ ആളുകൾ അതിലൂടെ നടന്നു പോകുന്നൊരു ദൃശ്യം നമുക്ക് ദൂരത്ത് നിന്ന് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു 2 ബോഡി ലഭിച്ചിട്ടുണ്ടെന്ന വിവരത്തിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.